വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. വേറൊരു കാര്യം കരുവന്നൂർ കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കരുവന്നൂർ ബാങ്ക് അവിടെ നടത്തിയിട്ടുള്ള തെറ്റായ പ്രവണതകൾ, അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എടുത്തിട്ടുള്ള സമീപനങ്ങൾ, അതിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് പാർട്ടി എടുത്ത സമീപനങ്ങളെല്ലാം ഇപ്പോഴും കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. ഇന്നത്തെ പരിസ്ഥിതിയിൽ ആ ബാങ്കിനെ ഗവൺമെൻറ് സംവിധാനം കൂടി ഉപയോഗപ്പെടുത്തി മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ടേക്ക് നയിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വഴികളിലേക്കാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നീങ്ങിയത്. സഹകരണ മേഖലയിലുള്ള ഇത്തരം പോരായ്മകൾക്ക് തീർച്ചയായിട്ടും പരിഹാരം കണ്ട് അത്തരം സഹകരണ സംഘങ്ങളെയും പൊതുവെ സഹകരണ പ്രസ്ഥാനത്തെയും സംരക്ഷിച്ചു പോവുക, അത് ഭരിക്കുന്നത് ആരെയെന്ന് നോക്കിയിട്ടല്ല, സഹകരണ പ്രസ്ഥാനങ്ങളെ പൊതുവിൽ മുന്നോട്ടേക്ക് നയിക്കാൻ ഉതകുന്ന സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് CPIM എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ ED ഈ കേസുമായിട്ട് കടന്നു വരികയും കേസ് അന്വേഷണം രാഷ്ട്രീയ തലത്തിലേക്ക് നീക്കാൻ, അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ബാങ്ക് സംരക്ഷിക്കുകയോ ബാങ്കിന്റെ ഭാഗമായിട്ടുള്ള നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പണം കണ്ടെത്തുകയോ ചെയ്യുക എന്നുള്ളതല്ല. CPIM-നെ എങ്ങനെയാണ് കടന്നാക്രമിക്കുക എന്ന അജണ്ട ഉപയോഗപ്പെടുത്തി നിരവധി പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് അന്വേഷണവും അതിന്റെ ഭാഗമായ ചോദ്യം ചെയ്യലും ഉൾപ്പെടെ നടത്തുകയുണ്ട്. പാർട്ടി ജില്ലാ സെക്രട്ടറി M വർഗീസിനെതിരായി അന്വേഷണത്തോടുള്ള അന്വേഷണം, അതുപോലെ തന്നെ മൊയ്തീൻ MLA-ക്കെതിരായി അന്വേഷണം, PK ബിജു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നേരിട്ട് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ച കാര്യം, കണ്ണനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ തന്നെ നിലപാട് എന്ന് പറഞ്ഞാൽ പാർട്ടി എന്തോ ഇത്തരം കളവുകൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് വരുത്താനാണ് ED. അതിന് പൂർണ്ണമായ പിന്തുണ നൽകിയിട്ടുള്ളവരാണ് മാധ്യമങ്ങളിൽ ഒരു വലിയ വിഭാഗം. എല്ലാ മാധ്യമങ്ങളും ഞാൻ പറയുന്നില്ല, ഒരു വലിയ വിഭാഗം മാധ്യമങ്ങളും അതിന് പൂർണ്ണമായിട്ട് കൂട്ടുനിൽക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന PR അരവിന്ദാക്ഷനെ കേസിൽ പ്രതിയായി കഴിഞ്ഞ 15 മാസം അദ്ദേഹത്തിന് ജാമ്യം പോലും കൊടുക്കാതെ ജയിലിൽ കിടക്കുകയും ഇപ്പോഴേറ്റവും അവസാനം അദ്ദേഹത്തിന്റെ ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതി കേസുകൾ പരിശോധിച്ചപ്പോൾ ഇദ്ദേഹത്തെ ജയിലിൽ അടച്ച് മതിയായ ഒരു കാരണവും പറയാതെ ED കേസ് തെറ്റായ രീതിയിലാണ് കൈകാര്യം ചെയ്തത് എന്ന് പരസ്യമായിട്ട് പറയുന്ന നിലയുണ്ടായി. അത് എവിടെയും ചർച്ച ചെയ്തിട്ടില്ല. ഒരു മാധ്യമവും അതിൻ്റെ മേലെ എന്തെങ്കിലും രീതിയിലുള്ള കമന്റ് ഉണ്ടാക്കിയില്ല. ഞാൻ എല്ലാ സമയവും പറയുന്നത് പോലെ നിങ്ങളുടെ വർഗപരമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുന്ന ED-യെ സംരക്ഷിക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചത്. പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടത്താൻ ഉപയോഗിച്ച ഒരു പേരും ഒരു കേസുമായിരുന്നു അരവിന്ദാക്ഷന്റെയും അതുപോലെ തന്നെ കരുവന്നൂർ കേസ് എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ജാമ്യം തന്നെ കൊടുത്ത ഒരു കാര്യമായ കേസായിട്ട് ഇതിനെ പരിഗണിക്കാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി തന്നെ പറയുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വലിയ പ്രചരണമാണ് കേരളത്തിലുടനീളം പാർട്ടിക്കെതിരായി അരവിന്ദാക്ഷൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രചാരവേല. അപ്പോൾ കള്ള പ്രചാരവേല നടത്തുക, സത്യസന്ധമായിട്ട് പിന്നീട് കോടതി തന്നെ അതിൽ അങ്ങനെയുള്ള ഒരു കേസും ഇല്ല എന്ന് പറഞ്ഞാൽ ആ കാര്യം തമസ്കരിക്കുക. ഇതാണ് മാധ്യമ ധർമ്മത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ വാർത്തകൾ മാധ്യമങ്ങൾക്ക് തെറ്റായ രീതിയിൽ നൽകുകയും പൊടിപ്പും തൊങ്ങലും വെച്ച് വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MLA-മാർ ഉൾപ്പെടെയുള്ളവരെ ഇതിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യുന്നു. CPIM-ന്റെ തന്നെ അക്കൗണ്ട് 6ഓളം അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള നിലപാടുകളാണ് ED
യഥാർത്ഥത്തിൽ CPM-നെതിരായി പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പെല്ലാം നടക്കുന്ന ആ സന്ദർഭത്തിൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കള്ള പ്രചരണങ്ങൾ അത് കേസാക്കി പിന്നീട് ഗൗരവതരമായിട്ട് ഈ കേസുകളൊന്നും ED പിന്നീട് കൈകാര്യം ചെയ്യുന്നില്ല. ഇത് സുപ്രീം കോടതി പറഞ്ഞ വിമർശനം എത്രത്തോളം ശരിയാണ് എന്നുള്ളതാണ് ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പാർട്ടി ഓഫീസുകൾ നിർമ്മിക്കുമ്പോൾ അത് പ്രാദേശിക തലത്തിലുള്ള ഓഫീസാണെങ്കിൽ പോലും പാർട്ടി നിലപാടനുസരിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുടെ പേരിലാണ് കേരളത്തിലുടനീളം വസ്തുവും അതുപോലുള്ള കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യുന്നത്. ഇതാണ് ED വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. അവിടെ പുറത്തശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മിതിക്ക് വേണ്ടി ഭൂമി വാങ്ങിയപ്പോൾ അതിന് അഴിമതി പണം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങൾ എല്ലാ ലോക്കലിലും ബ്രാഞ്ചിലും ഒക്കെ ഓഫീസുണ്ട്. ഓഫീസെല്ലാം എടുക്കണമെങ്കിൽ എല്ലാം പാർട്ടി DC-യുടെ സെക്രട്ടറി ആരാണോ സെക്രട്ടറിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത് വെക്കുന്നത്. ഇതെല്ലാം തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ച് യഥാർത്ഥത്തിൽ CPM വിരുദ്ധ പ്രചാരവേലക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. യഥാർത്ഥ രാഷ്ട്രീയ പകപോക്കലാണ്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.